കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സെയിൽസ് ഡാറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായതിനെ തുടർന്നും ഇന്ന് ബുധനാഴ്ച ഫെഡ് റിസർവിൻ്റെ പ്രധാനപ്പെട്ട പോളിസി മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായും അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് സൈഡിൽ, അതായത് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.20%, S&P 0.03%, ഡോ ജോൺസ് 0.05% ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ ഇൻഡെക്സായ ഡാക്സ് 0.5%, CAC 0.51%, ഫഡ്സ് 0.38% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്ന് ജപ്പാൻ്റെ മാർക്കറ്റ് പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഭാരതി എയർടെൽ, L&T തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 34 പോയിന്റ് ഉയർന്ന് 25,418 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് നടത്തിയതെങ്കിൽ ചൊവ്വാഴ്ച FIS ഇന്ത്യൻ മാർക്കറ്റിൽ 482 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും DIS 874 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇൻഫോസിസ് UK ബേസ്ഡ് മെട്രോ ബാങ്കുമായി ചേർന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഒരു പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഫോസിസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളായ ഇൻഫോസിസ് ടോപ്പാസ് ഉപയോഗിച്ചിട്ടുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയും UK ബേസ്ഡ് മെട്രോ ബാങ്കിന് ഇൻഫോസിസ് പ്രൊവൈഡ് ചെയ്യും. ഓയിൽ പ്രൊഡക്ഷന് മുകളിലുള്ള വിൻഫോൾ ടാക്സ് 0 കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഓയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ONGC, ഓയിൽ ഇന്ത്യ, വേദാന്ത, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ഈ ന്യൂസുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാൻകൈൻഡ് ഫാർമ NCD വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. NCD, കൊമേഴ്സ്യൽ പേപ്പർ, ഡെപ്റ്റ് സെക്യൂരിറ്റീസ് എന്നിവ വഴിയാണ് കമ്പനി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. REC എന്ന കമ്പനി അതിൻ്റെ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ലോൺ ബുക്ക് ഉയർത്താൻ കമ്പനി നോൺ ബൈൻഡിംഗ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അണ്ടർടേക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2030 3 ലക്ഷം കോടിയിലേക്ക് ലോൺ ബുക്ക് ഉയർത്തുക എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്കുള്ളത്. അതായത് റിന്യൂവബിൾ എനർജി സെക്ടറിലെ ലോൺ ബുക്ക് 30% ഉയർത്തുക എന്നുള്ള ടാർഗറ്റ് REC എന്ന കമ്പനിക്കുണ്ട്. ടോറൻറ്റ് പവർ എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്നും 1500 മെഗാവാട്ടിൻ്റെ പമ്പ് ഹൈഡ്രോ സ്റ്റോറേജ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇത് ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സൈഡിൽ നിന്നും സിയഗിൾ ഇന്ത്യ എന്ന കമ്പനിക്ക് അയോധ്യ ബൈപ്പാസ്, നോർത്ത് അയോധ്യ ബൈപ്പാസ്, സൗത്തേൺ അയോധ്യ ബൈപ്പാസ് തുടങ്ങിയ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി 1299 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ലില്ലി കൊമേഴ്സ്യൽ എന്ന കമ്പനിയെ DCM ശ്രീരാം അമാൽഗമേറ്റ് ചെയ്തതിനെ തുടർന്ന് BSE DCM ശ്രീരാമിൽ ചില ഒബ്സർവേഷനുകൾ ചൂണ്ടിക്കാണിച്ച് ലെറ്റർ അയച്ചിട്ടുണ്ട്. സറ്റിൻ ക്രെഡിറ്റ് കെയർ എന്ന കമ്പനി NCD വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 20 ആയിരിക്കും ഫണ്ട് റൈസ് ചെയ്യുക. രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി 2 ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. RV1 എന്ന പേരിൽ 84,990 രൂപ വിലയുള്ളതും RV1+ എന്ന പേരിൽ പ്രീമിയം മോട്ടോർ സൈക്കിൾ കാറ്റഗറിയിലുള്ളതുമായ 2 മോട്ടോർ സൈക്കിളാണ് രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വക്രാങ്കി എന്ന കമ്പനി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുമായി ചേർന്ന് വിവിധ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് അതിൻ്റെ നെറ്റ്വർക്ക് വഴി വിറ്റഴിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ബയോകോൺ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബയോകോണിൽ LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4.98% നിന്നും 5.023% ഉയർത്തിയിട്ടുണ്ട്. SKF ഇന്ത്യ എന്ന കമ്പനി അതിൻ്റെ ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ബിസിനസ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. SKF ഇന്ത്യ അതിൻ്റെ ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ബിസിനസ്സിനെ നാസ്ഡാക്കിൽ 2026 ലിസ്റ്റ് ചെയ്യാനും ലക്ഷ്യമിട്ടു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.